നത്തൈവാഹം ജാതുനാസം നത്വം നൈമേ ജനാധിപ ന ചൈവന ഭവിഷ്യാമ സർവേ വയമതപരം. മഹാഭാരത യുദ്ധത്തിനു മുൻപ് ഭഗവാൻ കൃഷ്ണൻ അർജുനനോട് പറഞ്ഞതാണിത്. ഈ ശരീരം സ്വീകരിക്കുന്നതിന് മുൻപ് ആത്മാവ് നിലനിന്നിരുന്നു. ഇതിനെ ത്യജിച്ച ശേഷവും ഇത് നിലനിൽക്കും. ജന്മജന്മാന്തരങ്ങളുടെ പ്രതീക്ഷയിലേക്ക് വെളിച്ചം വീശുന്ന ശീലുകൾ തേടി ഞാൻ നടന്നു. ഇന്ത്യ എന്ന മഹാരാജ്യത്തിൽ, കേരളം എന്ന കൊച്ചു സംസ്ഥാനത്തിൽ മനുഷ്യനായി പിറന്ന ഞാൻ സേതു. ഇതെൻ്റെ ശരീരത്തിൻ്റെ പേരാണ്, ആത്മാവിൻ്റേതല്ല. ഹിന്ദു, ക്രിസ്ത്യൻ, മുസ്ലിം പുരാണങ്ങളും ചരിത്രവും ഞാൻ പഠിച്ചു. ക്രിസ്ത്യൻ മുസ്ലിം ചിന്താഗതിയിൽ മരണാനന്തര ജീവിതം എന്ന് പരാമർശിക്കുന്നതും പുനർജന്മം തന്നെയല്ലേ? മരണാനന്തരം, ജനനത്തിന് മുൻപ്. ഉത്തരം കിട്ടാതെ അവശേഷിക്കുന്ന ചോദ്യമാണിത്. മൂന്ന് മതത്തിൻ്റെയും മതഗ്രന്ഥങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഭാവനകളും മായാജാലവും തീർത്ത ആനിമേഷൻ ചിത്രങ്ങളല്ലാതെ, സത്യമാകുന്ന അവസ്ഥയിലേക്കുള്ള വെള്ളി വെളിച്ചമല്ലാതെ മറ്റൊന്നും ഞാൻ കണ്ടില്ല. ആ വെള്ളി വെളിച്ചം, അതൊരു വഴിയാണ്, അറിവിൻ്റെ വിശാലതയിലേക്കുള്ള വഴി. ഇതുവരെ കണ്ടും കേട്ടും വിശാലത കൈവരിച്ച മസ്തിഷ്കത്തിൻ്റെ വലിപ്പത്തിനും അത് ഉൾക്കൊള്ളാൻ കഴിയില്ല. എന്നാൽ മതഗ്രന്ഥങ്ങൾ വായിച്ച് ഒന്നും മനസ്സിലാകാതെ പണ്ഡിതനെന്ന് അഭിനയിക്കുന്ന ദൈവപുത്രന്മാർ മരണാനന്തരം എത്തിച്ചേരുന്ന ഈ വഴിയിൽ സ്വന്തം ജീവിതത്തിലേക്കുള്ള തിരനോട്ടത്തിൽ തലമറിഞ്ഞു ചിരിക്കുമെന്നുറപ്പ്. ബ്രഹ്മജ്ഞാനം. ബ്രഹ്മമറിയുന്നവൻ ബ്രാഹ്മണൻ. ബ്രഹ്മജ്ഞാനത്തിന് ശരീരമൊരു മറയോ? ശരീരത്തെ ത്യജിച്ച് ആത്മാവ് സ്വതന്ത്രമാകുന്നു. അത് ബ്രഹ്മമാണ്. അതെ, സ്വന്തം ആത്മാവിനെ തിരിച്ചറിഞ്ഞവനാണ് ബ്രാഹ്മണൻ. പലരും ശരീരത്തെ ത്യജിച്ചതിന് ശേഷമാണ് ബ്രാഹ്മണനാകുന്നത്. ഞാനിപ്പോൾ എൻ്റെ ശരീരത്തെ ത്യജിക്കാൻ പോവുകയാണ്. പക്ഷേ ബ്രഹ്മമറിയാനല്ല, അതിപ്പോൾ എൻ്റെ വിഷയവുമല്ല. എനിക്കറിയേണ്ടത് പുനർജന്മമുണ്ടോ എന്നാണ്. കാരണം എനിക്കിനിയും ജനിച്ചേ മതിയാവൂ. പക്ഷേ ഈ ജന്മത്തെക്കുറിച്ചുള്ള ബോധവും എനിക്ക് അടുത്ത ജന്മത്തിൽ അവശേഷിക്കണം. ആഗ്രഹം അത്യാഗ്രഹമായി മാറുന്നു, എനിക്കറിയാം. പക്ഷേ അങ്ങനെ തന്നെ ഉറച്ചു വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. ഭൂമിയിൽ പിറന്നു വീണ് മിഴി തുറന്ന് ഒരു നോക്ക് കാണുവാൻ നിൽക്കാതെ അമ്മ പോയി. വളർന്നത് അച്ഛൻ്റെ വിരൽത്തുമ്പിൽ പിടിച്ചാണ്. ശരിയും തെറ്റും മനസ്സിലാക്കുവാൻ തക്കവണ്ണം അച്ഛൻ എൻ്റെ മനസ്സിനെ പാകമാക്കിയിരുന്നു. പെണ്ണ്, പണം, പ്രശസ്തി, ഇവയെ ഞാനൊരിക്കലും തേടിപ്പോയിട്ടില്ല. ഇവ മൂന്നും പുരുഷനെ തേടിയെത്തണമെന്ന ഭാരത സങ്കല്പത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഇവ മൂന്നും എന്നെ തേടി വന്നിരുന്നു. ശ്രീരാമൻ്റെ ഏകപത്നി വ്രതത്തിലും കൂടുതൽ ഞാൻ ഇഷ്ടപ്പെട്ടത് കൃഷ്ണൻ്റെ പ്രണയപരാവേശത്തോടായിരുന്നു. മേൽപ്പറഞ്ഞത് മൂന്നും എന്നെ ഞാനല്ലാതാക്കിയില്ല. ഒരു മനുഷ്യ മനസ്സിനെയും അറിഞ്ഞുകൊണ്ട് വേദനിപ്പിച്ചതായി എനിക്ക് ഓർമ്മയില്ല. ഞാൻ അക്ഷരാർത്ഥത്തിൽ സ്നേഹിച്ചതും പ്രണയിച്ചതും പ്രേമിച്ചതും രുചിയായിരുന്നു. ഭക്ഷണപാനീയങ്ങളുടെ മാസ്മരികമായ രുചികൾ. രുചി തേടി ഞാൻ നടന്നു. ഞാനുണ്ടാക്കിയ പല വിഭവങ്ങളും ഇന്ന് ലോകപ്രശസ്തമാണ്. ലോകം മുഴുവൻ ഞാൻ സഞ്ചരിച്ചു. ഇന്ന് ഈ ലോകത്തിൽ കിട്ടാവുന്നതിൽ വില കുറഞ്ഞതും കൂടിയതുമായ സകലമാന ഭക്ഷണപാനീയ രുചികളും ഞാൻ അറിഞ്ഞു. ഇനി അവശേഷിക്കുന്നത് വിഷങ്ങളാണ്, എല്ലാം പലതരം. അതിലൊന്നിൻ്റെ രുചി അറിയുന്നതോടെ ഞാൻ മരിക്കും. എനിക്കറിയാം, പക്ഷെ രുചിയുടെ മായാലോകമില്ലാതെ എനിക്ക് ജീവിക്കാനാവില്ല. ഇന്ന് അവയിലൊന്ന് ഞാൻ തിരഞ്ഞെടുക്കും. അതിൻ്റെ രുചി ഞാൻ നുകരും. അവശേഷിക്കുന്ന വിഷങ്ങൾ, അവയുടെ രുചി. എനിക്കിനിയും ജന്മങ്ങൾ വേണം. ഞാൻ വിശ്വസിക്കുന്നു ഞാൻ ഇനിയും ജനിക്കും. അവശേഷിക്കുന്ന രുചികൾ ഞാൻ അറിഞ്ഞു തീരുവോളമെങ്കിലും.